സാർ. മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയതും ഹരിയുടെ PA ഓടി വന്ന് ഹരിയുടെ ഫോൺ അവന്റെ നേരെ നീട്ടി. കുറെ നേരമായി ഒരു റോഷ്നി വിളിക്കുന്നുണ്ട് സാർ. അവസാനം ഞാൻ എടുത്ത് സാർ മീറ്റിംഗിലാണെന്ന് പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. PA പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഹരി അവന്റെ ഫോൺ ചെവിയിലേക്ക് വെച്ചിരുന്നു. എവിടെ ഹരിക്കുട്ടാ? കോൾ എടുത്തപ്പട ചോദിച്ച ചോദ്യം അതാണ്. ഹരി ചിരിച്ചു. ഒപ്പം നടക്കുന്നവൻ കേട്ടിട്ടുണ്ടോ എന്ന് സംശയത്തിൽ നോക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. കേട്ട് കാണും. ഈ പെണ്ണ്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഫോൺ എടുത്തില്ല. വിളിച്ച കാര്യം പറയൂ. ഹരി പറയുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ഗൗരവം അവന്റെ ശബ്ദത്തിനുണ്ടായിരുന്നു. ആരെങ്കിലും ഒപ്പം ഉണ്ടോ ഹരിക്കുട്ടാ? അവന്റെ ചെവിയിൽ മാത്രം കേൾക്കാൻ പാകത്തിന് രഹസ്യമായൊരു ചോദ്യം. ഹരിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ അതുപോലെ പതിയൊന്ന് മൂളി. അതോടൊപ്പം ഡോർ തുറന്ന് അവന്റെ ക്യാബിലേക്ക് കയറി. ഇനി പറ കുഞ്ഞിപ്പണേ, എന്താണ് വിളിച്ചത്? ഇത്ര തിരക്കിട്ട് ഈ നട്ടുച്ചയ്ക്ക് വിളിക്കാൻ എന്താ കാരണം? ഇന്ന് കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ? ക്ലാസ്സിൽ പോയില്ല നീ? ഇട്ടിരിക്കുന്ന കോട്ടഴിച്ച് മാറ്റി ചെയറിലേക്ക് ചാടി ഇരുന്നുകൊണ്ട് ഹരി ചോദിച്ചു. അവനിപ്പോൾ ഒറ്റയ്ക്കാണെന്ന് അവന്റെ വാക്കുകളിൽ നിന്ന് റോഷ്നിക്ക് മനസ്സിലായി. ക്ലാസ് ഒക്കെ കഴിഞ്ഞു, ഇന്ന് ഉച്ചവരെയുള്ളൂ. ഞാൻ എന്തിനാ വിളിച്ചെന്നറിയോ? പറഞ്ഞാലല്ലേ അറിയോ. പറ, നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? റോഷ്നി ചോദിച്ചതും ഹരിയുടെ പുരുകൻ ചുളിഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. പ്ലീസ് ഹരിക്കുട്ടാ, എനിക്ക് ഇവിടെ ബോറടിക്കാം. വീട്ടിൽ പോവാനും തോന്നുന്നില്ല. ഫ്രണ്ട്സ് ആരുമായിട്ടും ഇല്ല. ഒറ്റയ്ക്ക് പോവാനൊരു മൂടില്ല. ഹരിക്കുട്ടൻ വരുമോ? ഞാൻ എൻ്റെ കോളേജിലുണ്ട്. വേഗം വന്നാ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് പടത്തിന് കയറാം. റോഷ്നി പറയുമ്പോൾ ഹരി കണ്ണുകൾ അടച്ചു. പിന്നെ കണ്ണ് തുറന്നു. ഓക്കെ, ഒരു 10 മിനിറ്റ്, കുറച്ച് പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അതുവരെ അവിടെ തന്നെ ഇരിക്കേ. കോളേജിന്റെ അവിടെ എത്തിയാ ഞാൻ വിളിക്കാം. ഓക്കെ. ഹരിയുടെ മറുപടി വന്നപ്പോൾ അമർത്തി ഒരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത്. പിന്നെ വേണ്ടെന്ന് വെച്ച് ഒരു ഓക്കയിൽ ഒതുക്കി. ഹരി കോളേജിന്റെ മുന്നിലെത്തിയതും റോഷന്റെ ഫോണിലേക്ക് കോൾ വന്നു. എത്തിയോ? ആ, കോളേജിന്റെ മുന്നിലുണ്ട്, വേഗം വായോ. ദാ ഓടിയെത്തി. പറയിലും ഫോൺ ഓഫ് ആക്കലും കഴിഞ്ഞിരുന്നു. ഹരി ഗ്ലാസ് താഴ്ത്തി കോളേജ് ഗേറ്റിന്റെ ഭാഗത്തേക്ക് നോക്കിയതും ഓടി വരുന്നുണ്ട്. ഒരു ജീൻസ് പാന്റും വൈറ്റ് ടോപ്പുമാണ് വേഷം. മൂടി കെട്ടാതെ അഴിച്ചിട്ടിട്ടുണ്ട്. അധികം നീളമില്ലെങ്കിൽ അത്യാവശ്യം നീളവുമുണ്ട്. മുഖത്തൊന്നുമില്ല. ഒരു പൊട്ടും കൺമഷിയോ ലിഫ്റ്റിക്കോ അങ്ങനെ ഒന്നുമില്ല. എന്നാലും കാണാൻ ഭംഗിയുള്ള മുഖമാണ്. നല്ല ഭംഗിയുള്ള മുഖം. ഹരിക്കുട്ടാ. ഡോർ തുറന്നതേ അതാണ് വിളിച്ചത്. ഹരി ഒന്ന് ചിരിച്ചു. റോഷ്നി ബാഗ് കയ്യിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് സീറ്റിലേക്ക് ഇരുന്ന് ഡോർ അടച്ചു. തിരക്കിലായിരുന്നോ? സീറ്റിലേക്ക് ഇരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ടുകൊണ്ട് റോഷ്നി ചോദിച്ചു. ഹേയ്, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും ഓഫീസിൽ പോകും. ചെറിയൊരു പണിയുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും റെഡിയാക്കിയാൽ മതി. ഹരി പറഞ്ഞിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. റോഷ്നി ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു സൺസ്ക്രീം എടുത്ത് മുഖത്ത് തേച്ചു. നല്ല വെയിലല്ലേ? അവളെ നോക്കിയ ഹരിയെ നോക്കി റോഷ്നി പറയുമ്പോൾ അവനെന്ന് ചിരിച്ചു. പെൺകുട്ടികൾ ഒരുങ്ങി നടക്കണം, അതാ കാണാൻ ഭംഗി. ഇതൊരു പൊട്ട് പോലുമില്ല. ഹരി അവളിൽ നിന്നും കണ്ണുകൾ മാറ്റി മുന്നോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ കോളേജിലേക്ക് വരുമ്പോഴാണോ ഒരുങ്ങിട്ട് വരേണ്ടത്? അതൊക്കെ വല്ലാതെ ആർഭാടമാകും ഹരിക്കുട്ട. ഈ കല്യാണത്തിന് പോകുന്ന പോലെ കോളേജിലേക്ക് വരുന്ന കുറെ എണ്ണം ഉണ്ട്. അതിൽ എന്നെ പെടുത്താൻ നോക്കണ്ട. ചിരിയുടെ റോഷ്നി പറയുമ്പോൾ ഹരി പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ തിരിച്ചു പറയാ? നീ വല്ലതും കഴിച്ചതാണോ? അയ്യേ ഇല്ല, ക്യാൻറ്റീനിൽ കയറുന്നത് എന്തെങ്കിലും കഴിക്കണം. പക്ഷെ അവിടുത്തെ കോഫി കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വിശപ്പ് കേട്ടു. ഇത്രയ്ക്കുള്ള കോഫി ഞാൻ ജീവിതത്തിൽ ആദ്യമായി കുടിക്കാവും. ഹോ, അതിനൊക്കെ ഞാൻ പഠിച്ചിരുന്ന ബാംഗ്ലൂരിലെ കോളേജിലെ കോഫി മിഷൻ കോഫി കേട്ടോ. ഹോ, ഒരിക്കൽ ഒരൊറ്റ വട്ടം കുടിച്ചാൽ മതി, ജീവിതത്തിൽ മറക്കില്ല. അത്രയും ടേസ്റ്റാണ്. ആ കോഫിയുടെ ഓർമ്മയിൽ റോഷ്നി പറയുമ്പോൾ ഹരി അവളെ നോക്കി. പിന്നെന്തിനാ ഇങ്ങോട്ട് മാറിയത്? അവിടെ പഠിച്ചാൽ മതിയായിരുന്നല്ലോ. എന്തിനാ ഇവിടെ പഠിക്കണമെന്ന് ഇത്ര വാശി? ഹരിയുടെ ആ ചോദ്യത്തിന് മറുപടി ഒന്നും കൊടുത്തില്ല. അവനെ നോക്കി ചിരിക്കുക മാത്രം ചെയ്തു. പ്ലാൻ പറ. കഴിച്ചിട്ട് പടത്തിന് കയറണോ അതോ പടം കണ്ടിട്ട് കഴിക്കണോ? കഴിക്കാനുള്ള സമയമൊക്കെ ഉണ്ടോ? അപ്പോഴേക്കും പടം തുടങ്ങില്ലേ, നമുക്ക് പടത്തിന് കയറാം. പടം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം. റോഷ്നി പറയുമ്പോൾ അതനുസരിച്ച പോലെ ഹരി തല കുലുക്കി. നേരെ തിയേറ്ററിൽ കയറി ടിക്കറ്റ് എടുത്തു. നേരെ അകത്തേക്ക് കയറുന്ന ഹരിയെ പിടിച്ചു വലിച്ചുകൊണ്ട് റോഷ്നി സൈഡിലേക്ക് വലിഞ്ഞു. പടം കഴിയുമ്പോഴേക്കും വിശന്ന് ചാവും. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാം. റോഷ്നി പറയുമ്പോൾ ഹരി സമ്മതിച്ചു. അവനൊരു ജ്യൂസ് വാങ്ങി. അവൾക്കൊരു വലിയ പാക്കറ്റ് പോപ്കോൺ വാങ്ങി. ലേസ് വാങ്ങി. ഒരു കുപ്പി ഫ്രൂട്ടിയും വാങ്ങി. ഇനി ഇങ്ങനെയുള്ളതൊന്നും വാങ്ങിച്ച് തരില്ല കേട്ടോ. ഇതൊക്കെ കഴിക്കുന്നത് അത്ര നല്ലതല്ല. നിനക്ക് ഇതൊക്കെ കഴിക്കുന്നത് ഇത്തിരി അധികമാണ്. ഒരു കയ്യിൽ ജ്യൂസും ഒരു കയ്യിൽ പോപ്കോണും കയ്യിൽ പിടിച്ചിട്ട് അവൾക്ക് പിന്നാലെ കയറുമ്പോൾ അവൻ പറഞ്ഞു. എപ്പോഴും ഒന്നുമില്ല, വല്ലപ്പോഴും മാത്രം. അച്ഛനും കിച്ചുവേട്ടനും വാങ്ങിച്ചു തരത്തേയില്ല. വല്ലപ്പോഴും മാത്രമേ കഴിക്കും. ഹരിക്കുട്ടനായിട്ട് ഈ കഴിപ്പ് നിർത്തരുത് പ്ലീസ്. നടക്കനിടയിൽ തിരിഞ്ഞെന്ന് അവൾ ദയനീയമായി പറഞ്ഞതും അവൻ ചിരിച്ചു.
അപ്പോഴേക്കും അവർ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ബാക്കിലാണ് സീറ്റ്. അധികം തിരക്കൊന്നുമില്ല. ചിലയിടത്തൊക്കെ 1, 2, 3 പേരൊക്കെയുണ്ട്, അല്ലാതെ ആരുമില്ല. സാറേ, നല്ല പടമാണെന്നാണല്ലോ കേട്ടത്. എന്നിട്ടിപ്പോ ആരുമില്ലല്ലോ. ഓട്ടം കഴിയാറായി കാണും. അതും പറഞ്ഞിട്ട് രണ്ടുപേരും സീറ്റിലേക്ക് ഇരുന്നു. പടം തുടങ്ങിയിട്ടില്ല. ഒരു 10 മിനിറ്റ് ഇനിയുണ്ട്. ഹരി അവന്റെ ജ്യൂസ് കുടിക്കാൻ തുടങ്ങി. ഒന്നും കഴിക്കാതെ ഇറങ്ങിയത് കൊണ്ട് അവന് വിശപ്പുണ്ട്. അടുത്തിരിക്കുന്നോണ്ട് പറഞ്ഞില്ലെന്ന് മാത്രം. നീ വീട്ടിൽ പറഞ്ഞിട്ടാണോ ഇറങ്ങിയത്? പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ ഹരി റോഷ്നി നോക്കി ചോദിച്ചു. ആ, അമ്മയെ വിളിച്ചിരുന്നു. പടത്തിന് പോവാ പറഞ്ഞു. ആരോ ഒപ്പം ചോദിച്ചില്ലേ? ഹേയ്, അതൊന്നും ചോദിച്ചില്ല. ഫ്രണ്ട്സ് ആരെങ്കിലും ആകുമെന്ന് കരുതി കാണാം. ചോദിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞില്ല. പോപ്കോൺ ചവച്ചുകൊണ്ട് റോഷ്നി പറയുമ്പോൾ ഹരി ഫോൺ എടുത്തു. ആരെ വിളിക്കാൻ പോവാ? അവൻ ഫോൺ എടുത്തതും അവളിത് തട്ടിപ്പറിച്ച് വാങ്ങിച്ചുകൊണ്ട് ചോദിച്ചു. അളീനെ വിളിച്ച് കാര്യം പറയട്ടെ. എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ മോശമാണ്. ഹരി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ വിളിച്ചു പറഞ്ഞാലാണ് മോശമാവുന്നത്. അതുകൊണ്ട് പറയണ്ട. ഒരു പടത്തിന് പോകുന്നത് ഇത്രയും വലിയ തെറ്റാ? റോഷ്നി ഫോൺ കൊടുത്തില്ല. അവളുടെ പാനിന്റെ പോക്കറ്റിലേക്ക് തിരികെ വെച്ചു. ഹരി അവളെ തുറച്ചു നോക്കിക്കൊണ്ട് സ്ക്രീനിലേക്ക് നോക്കി. അപ്പോഴേക്കും പടം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അധികം സംസാരമൊന്നും ഉണ്ടായില്ല. രണ്ടുപേരും പടം കണ്ടു. ഒരു രക്ഷയുമില്ലാത്ത പാട്ട് വരുമ്പോൾ റോഷ്നിയുടെ കണ്ണുകൾ ഒന്നുകൂടെ വിടരും. ഇടയ്ക്ക് അവളെ നോക്കിയ ഹരി അത് കാണുകയും ചെയ്തു. പിന്നൊന്നും കഴിക്കാനോ കുടിക്കാനോ വാങ്ങിയില്ല. ഇത്തിരി അധിക സമയം പടമുണ്ടായിരുന്നു. റൊമാൻസ് സീൻ വരുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കിയില്ലെങ്കിൽ പോലും രണ്ടുപേരുടെ ഉള്ളിൽ ഒരു ചളിപ്പുണ്ടായിരുന്നു. എന്നാലും അവരുടെ കണ്ണുകൾ സ്ക്രീനിലായിരുന്നു. അടിപൊളി മൂവി അല്ലേ ഹരിക്കുട്ടാ? പടം കഴിഞ്ഞിറങ്ങുമ്പോൾ റോഷ്നി പറഞ്ഞു. ആ അഭിപ്രായമായിരുന്നില്ല അവന്. അതുകൊണ്ട് അവനൊന്ന് മൂളി. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. പാട്ടുകളാണ് ഒരു രക്ഷയില്ല. സൂപ്പർ. റോഷ്നി പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. പുറത്തുനിന്ന് ഫുഡ് കഴിച്ച ശേഷം അവൻ തന്നെ അവളെ വീട്ടിലാക്കി. അകത്തേക്ക് കയറ്റണം. കയറ്റിയ ചോദ്യമായി പറച്ചിലായി. എന്തിനാണ് വെറുതെ? പെങ്ങളെ കാണാൻ പിന്നെ വാ. പുറത്ത് റോഡിനോട് ചേർന്ന് വണ്ടി നിർത്തിച്ച് റോഷ്നി പറയുമ്പോൾ ഹരി ഒന്നും മിണ്ടിയില്ല. എന്തോ ഒരു തെറ്റ് ചെയ്യുന്നത് പോലെ ഒളിച്ചും പാത്തും. എന്നാൽ അവളുടെ മുഖത്ത് അങ്ങനെ ഒരു ഭാവമേ ഇല്ല. വണ്ടി അവൻ തിരിച്ചു പോയ ശേഷമാണ് റോഷ്നി ഗേറ്റ് തുറന്നാകത്തേക്ക് കയറിയത്. കാർ മുന്നോട്ട് പോകുമ്പോൾ ഹരി അവന്റെ ഇടത്തെ വശത്തേക്ക് നോക്കി. ശൂന്യമായ സീറ്റ് കണ്ടപ്പോൾ എന്തോ ഒരു ഒറ്റപ്പെടൽ. ഇതുവരെ ചെവിക്ക് സ്വൈര്യം തരാത്ത ഒരുത്യാത്തിൽ ഇരുന്നിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആകെ ഒരു ഒറ്റപ്പെടൽ. കാറിൽ നിന്നിറങ്ങി ഓഫീസിലെ വർക്കിലേക്ക് അവരെ ശ്രദ്ധ കൊടുക്കുമ്പോഴും അവൻ ആ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. പിന്നെ സാധാരണ പോലെ മുന്നോട്ട് പോയി. റോഷ്നി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൾ ചുറ്റും നോക്കി. പുറത്ത് ആരുമില്ല. അവൾ ഗേറ്റ് അടച്ചിട്ട് അകത്തേക്ക് കയറി. സെക്യൂരിറ്റി റൂമിൽ സെക്യൂരിറ്റി ഇല്ല. ഉണ്ടെങ്കിലും സീനില്ല. മതിൽ ഇത്തിരി വലുതായതുകൊണ്ട് പുറത്ത് വന്നിറങ്ങിയെന്നും അകത്തേക്ക് കാണാൻ വഴിയില്ല. റോഷ്നി കാല് കഴിയും അകത്തേക്ക് കയറി. ഹൾത്തിന് സുഭദ്രയും ലച്ചുവും എന്നും സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും കയ്യിൽ കപ്പും ഉണ്ട്. ചായ കുടിക്കുകയാണ്. ആ, എത്തിയോ? പോയ അന്ന് തന്നെ ഫ്രണ്ട്സൊക്കെ സിനിമയ്ക്കും പോയല്ലേ? റോഷ്നിയെ കണ്ടത് സുഭദ്ര അവളെ നോക്കി ചോദിച്ചു. റോഷ്നി ഒന്നും മിണ്ടാതെ ലച്ചുവിന്റെ അടുത്തേക്ക് ഇരുന്നു. ലച്ചു അവൾ കുടിച്ചുകൊണ്ടിരുന്ന കപ്പ് അവളെ ചുണ്ടിലേക്ക് മുട്ടിച്ചു കൊടുത്തു. വേണ്ടെങ്കിലും ലച്ചു അങ്ങനെ ചെയ്തുകൊണ്ട് റോഷ്നി അല്പം കുടിച്ചു. മതി, വരുമ്പോ കഴിച്ചിട്ടാ വന്നത്. അതുകൊണ്ട് വയറ് ഫുള്ളാണ്. അതും പറഞ്ഞിട്ട് റോഷ്നി അവളെ ചുണ്ടിലെ ഗ്ലാസ് മാറ്റി. ഒപ്പം ലച്ചുവിന്റെ തോളിലേക്ക് തല ചെരിച്ചു വെച്ചു. സുഭദ്ര രണ്ടുപേരെ നോക്കി ചിരിയോടെ ഇരുന്നു. ആ കാഴ്ച കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. കുഞ്ഞി, പോയി കുളിച്ചിട്ട് വായോ? സുഭദ്ര പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് നടന്നു. റോഷ്നി കുറച്ചു നേരം അങ്ങനെ ഇരുന്നു. ശേഷം എഴുന്നേറ്റു. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം, എന്നിട്ട് നമുക്ക് ഈ മുറ്റത്തോടെ ഒന്ന് നടക്കാം. ലച്ചുവിനെ നോക്കി പറഞ്ഞിട്ട് റോഷ്നി മുകളിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും ലച്ചു അവളുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് എന്താ വേറൊരു മണം? ചോദിക്കുന്നതിനൊപ്പം ലച്ചു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. റോഷ്നി വലത്തെ തോൾ ഒരൽപ്പം പൊക്കി മണത്ത് നോക്കി. എന്ത് മണം? എനിക്കൊരു മണം തോന്നില്ലല്ലോ. നല്ല മണമാണോ അതോ ചീത്ത മണമാണോ? മുഖം ചുളിച്ചുകൊണ്ട് റോഷ്നി ചോദിക്കുമ്പോൾ ലച്ചു റോഷ്നിയിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. നല്ല മണ, എന്റെ ഏട്ടന്റെ പെർഫ്യൂമിന്റെ മണം പോലെ. ലച്ചു പറഞ്ഞതും റോഷ്നിയുടെ കണ്ണുകളൊന്നും പെടഞ്ഞു. അങ്ങനെ ഒരു കാര്യം അവൾ ചിന്തിച്ചില്ലായിരുന്നു. അതിനെക്കുറിച്ച് അവൾ ആലോചിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ റോഷ്നി ഒന്ന് വല്ലാതെയായി. അതൊക്കെ ഏട്ടന്റെ അനീതിക്ക് ചുമ്മാ തോന്നാണ്. എപ്പോഴും ഏട്ടനെ മാത്രം ഓർത്തിരുന്നിട്ടാ ഇങ്ങനെ തോന്നുന്നത്. ആ സമയം എന്റെ ഏട്ടനെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ പുണ്യം കിട്ടും. ചിരിയോടെ അതും പറഞ്ഞിട്ട് റോഷ്നി മുകളിലേക്ക് നടക്കുമ്പോൾ ലച്ചു ഒന്ന് ചിരിച്ചു. അവളെ തോന്നലാവാം എന്ന് അവൾക്ക് തോന്നിയത് കൊണ്ടാവാം ലച്ചു ചിരിച്ചത്. 1-2 സ്റ്റെപ്പ് കയറി റോഷ്നി തിരിഞ്ഞു നോക്കി. ലച്ചു അടുക്കളയിലേക്ക് പോവുകയാണ്. എന്തിനാ റോഷ്നിക്ക് സങ്കടം വന്നു. ആരെയോ പറ്റിക്കുന്ന പോലെ ഒരു തോന്നൽ. ഒരുപാട് കള്ളങ്ങൾ പറയുന്നത് പോലെ ഒരു തോന്നൽ. എന്തിനു വേണ്ടി? അതാണ് അറിയാത്തത്. അതിനാണോ ഉത്തരം കിട്ടാത്തത്? റൂമിലേക്ക് കയറി ഫോൺ ചാർജിലിട്ടു. അപ്പം ഓഫീസിലെത്തിയോ എന്ന് ഹരിക്കൊരു മെസ്സേജ് അയച്ചിട്ടും ഓൺലൈനിൽ ഇല്ലെന്ന് കണ്ടപ്പോൾ നേരെ കുളിക്കാൻ കയറി. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഫോൺ നോക്കി. ഇല്ല, തിരക്കിലാകും.
ഫോൺ കയ്യിലെടുക്കാതെ താഴേക്ക് പോയി. ഏട്ടത്തി ഹാളിലേക്ക് വന്ന് ഉറക്ക വിളിച്ചു. ലച്ചു അടുക്കളിൽ നിന്ന് ധൃതിയിൽ പുറത്തേക്ക് വന്നു. ഓടിയൊന്നും വരണ്ട, ചുമ്മാ വിളിച്ചതാ, പുറത്ത് നടക്കാ. റോഷിനി പറഞ്ഞപ്പോൾ ലച്ചു ചിരിച്ചു. ഹാളിലെ സീറ്റിൽ രണ്ടുപേരും നോക്കിയിരിക്കുന്ന മുത്തശ്ശിയുടെ കവിൾ വേദനിപ്പിക്കാതെ നിന്ന് ഉള്ളിക്കൊണ്ട് റോഷിനി പുറത്തേക്ക് ഇറങ്ങി. അതിന് പിന്നാലെ മുത്തശ്ശിയെ നോക്കി ചിരിച്ചുകൊണ്ട് ലച്ചുവും ഇറങ്ങി. സുഭദ്രയോടും റോഷിനിയോടും റയാൻഷിനോടും ഒഴിച്ച് വേറെ ആരോടും അതിൽ കവിഞ്ഞൊരു അടുപ്പം ലച്ചുവിനില്ല. ചോദിച്ച മറുപടി പറയും, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. നമുക്കൊരു ദിവസം ഇതിലൊരു റൈഡ് പോണം കേട്ടോ ഏട്ടത്തി. പറ്റുവാണെങ്കിൽ എനിക്കൊന്ന് ഓടിച്ചു നോക്കണം. ലച്ചുവിന്റെ പുതിയ കാറിൽ തലോടി റോഷിനി പറഞ്ഞു. ലച്ചു അതിന് സമ്മതത്തോടെ തലയാട്ടി കാണിച്ചു. ഏട്ടത്തി പോയത് നീ അറിഞ്ഞില്ലേ? ലച്ചു ചോദിക്കുമ്പോൾ കാർ തൊട്ടും തലോടി നിന്നിരുന്നവൾ സംശയത്തോടെ ലച്ചുവിനെ നോക്കി. വല്യേട്ടത്തി പോയ വിവരമല്ലേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. അമ്മ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു. അവർ പോകുന്നത് തന്നെയാണ് നല്ലത്. അമ്മയുടെ കുറച്ച് ജോലി കുറഞ്ഞു കിട്ടും. റോഷിനി പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടിയില്ല. ഏട്ടത്തി എന്താ അത് പറയാൻ കാണാം? അതിലൊന്നും വലിയ കാര്യമില്ല. അത് അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമല്ലേ? ഏട്ടൻ പറഞ്ഞ പോലെ സ്വന്തം കാര്യം ചെയ്യാൻ കഴിയുമെങ്കിൽ വരട്ടെ. അതുവരെ അവിടെ തന്നെ നിൽക്കട്ടെ. എന്നാലും എനിക്ക് എന്താ പോലെ, ഞാൻ വന്നപ്പോഴേക്കും ഏട്ടത്തി പോയില്ലേ? എന്നോടൊരു കോഫി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞതല്ല വിഷമം. അതുകൊണ്ട് എനിക്കെന്തോ അത് ആലോചിക്കുമ്പോൾ ഒരു വല്ലായ്മ. ലച്ചു പറയുമ്പോൾ റോഷിനി അവളിൽ നിന്ന് മൊത്തത്തിൽ നോക്കി പേടിപ്പിച്ചു. എന്നോട് പറഞ്ഞത് പറഞ്ഞു. ഈ പറഞ്ഞതും സ്വന്തം ഭർത്താവിനോട് പറഞ്ഞേക്കല്ലേ? ഭർത്താവ് നല്ല മറുപടി തരും. അതൊന്നും ഈ പാവം പിടിച്ച് ഭാര്യയ്ക്ക് സഹിക്കില്ല. റോഷിനി കളികട പറയുമ്പോൾ ലച്ചു ഒന്നും മിണ്ടിയില്ല. ഈ കാര്യം റയാൻഷിനോട് പറയാൻ തന്നെ പോവില്ലെന്നുള്ളത് വേറെ കാര്യം. അതൊന്നും അവന് ഇഷ്ടമാവില്ലെന്നുള്ളത് അവൾക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ കുറച്ച് ദിവസം കാണും ഏട്ടത്തി. അത് കഴിഞ്ഞാൽ പോയവർ തനിയെ തിരിച്ചു വരും. ഈ പറഞ്ഞ ഏട്ടന് ഏട്ടത്തിയോ അധിക ദിവസം പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. കുറച്ച് ദിവസം അവിടുന്ന് ഏട്ടൻ വരുന്നില്ലെന്ന് കണ്ടാൽ അവരിങ്ങോട്ട് തനിയെ വരും. ആരും വിളിക്കാതെ വരും. കുറച്ച് അഹങ്കാരം ഉണ്ടെന്നേ ഉള്ളൂ. ആള് പാവമാണ്. ആ അഹങ്കാരം അവിടെ അമ്മ കുത്തിവെക്കുന്നതാ. അതൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവും. റോഷിനി പറയുമ്പോൾ ലച്ചു തല കുടുക്കി കാണിച്ചു. ആ സമയം തന്നെ റയാൻഷിന്റെ കാർ അകത്തേക്ക് വന്നു. ലച്ചും റോഷിനിയും ഒരുപോലെ അങ്ങോട്ട് നോക്കി. റയാൻഷിന്റെ കാറാണെന്ന് കണ്ടതും ലച്ചു വേഗം അങ്ങോട്ട് നടന്നു. എന്താണ് നാത്തൂനും പുറത്തെടുക്കുന്നത്? കാറിൽ നിന്നും ഇറങ്ങി ലാപ്പിന്റെ ബാഗ് കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ ലച്ചുവിന്റെ തോളിലൂടെ കൈയിട്ട് അവരോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ നടന്നതാ. അവന്റെ കയ്യിൽ ബാഗ് വാങ്ങിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു. കോളേജിലെ ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അവരെ ചോദ്യത്തിന് ചെറുശീരിയുടെ റോഷിനി മറുപടി കൊടുത്തതും അവൻ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. അവന്റെ പിന്നാലെ റോഷിനെ നോക്കിക്കൊണ്ട് ലച്ചുവും കയറി. റോഷിനി കുറച്ചു നേരം കൂടെ മുറ്റത്തോടെ നടന്ന ശേഷം അകത്തേക്കും കയറി.